ബംഗളൂരു എഫ് സി ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എപ്പോഴും അവരുടെ സ്വഭാവം ഇതുപോലത്തെ ഒരു കുൻസായ്മ തന്നെയാണ്. എന്തോന്നടേ ഇത്രയും കാലം റഫറിയെ താങ്ങി നിന്നോമാർക്ക് റഫറിയുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കരച്ചിലായി തുടങ്ങിയല്ലേ. ഇതിനെയാണ് കർമ്മ എന്ന് പറയണത്. ഗൈസ്, കഴിഞ്ഞ മത്സരത്തിൽ ഒഡീസ എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിലുണ്ടായിരുന്ന മത്സരത്തിൽ ഫാൻസ് നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. സ്പോർട്സ് റിവ്യൂ ആണ്. അപ്പോൾ പക്ഷേ ഇതിൽ സ്പോർട്സ് റിവ്യൂ ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഒപ്പീനിയൻ വീഡിയോയും കൂടെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരം ഒഡീസ ബംഗളൂരു മത്സരം, ഈ മത്സരം ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരേക്കും ത്രില്ലിംഗ് ആയിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒഡീസയുടെ മത്സരങ്ങൾ കാണാറുണ്ട് കേട്ടോ, ബംഗളൂരിൻ്റെ മത്സരങ്ങൾ അങ്ങനെ കാണാറില്ല. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഭയങ്കര അടിപൊളി ഫോമിൽ നിന്ന ബംഗളൂരു എഫ് സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒരു 5K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണ്, സ്പോർട്സ് റിവ്യൂസ് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് പോകുന്നത്. ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നലെ ബംഗളൂരു എഫ് സിയുടെ അവിടെ സ്റ്റേഡിയത്തിൽ ഖണ്ഡീറുവയിൽ നടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. मतलब दुनियार सबुठु क्रिंज फैंस देखो, मतलब पी के जूस बॉटल ग्लास आउ स्प्लिटिंग करछंदी. देखो 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 स्प्लिटिंग लूजर सेट स्प्लिट करछंदी. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ശരി തന്നെയാണ്. എനിക്കിപ്പോൾ ഇതൊക്കെയാണ് മച്ചന്മാരെ കർമ്മ എന്ന് പറയുന്നത്. അതായത് ഈ റെഫറിമാർ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് എതിർ ടീമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൈ കൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബംഗളൂരു ഉള്ള മത്സരത്തിൽ റഫറിമാരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ ആഘോഷിക്കാനാണ് ബംഗളൂരു എഫ് സി നോക്കിയത്. അതായത് അത് ആ ലീഗിൻ്റെ ശാപമാണെന്നോ ലീഗിൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്നോ അഡ്രസ്സ് ചെയ്യാതെ അത് നമുക്കെതിരെ ആയതുകൊണ്ട് മാത്രം ശരി എന്നാൽ പിന്നെ കളിയാക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ ബംഗളൂരു എഫ് സി ഫാൻസിന് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്നലെ ശരി തന്നെയാണ്, ചിലപ്പോൾ മത്സരത്തിനിടയിൽ ബംഗളൂരു എഫ് സിക്ക് എതിരെയായിട്ടുള്ള അല്ലെങ്കിൽ റഫറിമാർ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമല്ലോ, ഇന്ത്യൻ റഫറിമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു ചെന്നൈ എഫ് സിയുടെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ റഫറിമാരെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിട്ട് കുറേ ആയി. ഇതൊക്കെ നമ്മൾ ഒരുപാട് പല വീഡിയോസിലും പല ചർച്ചകളിലും ഒക്കെ വന്നും പോയിട്ടുള്ള സാധനമാണ്. പക്ഷെ എന്നാലും ഇന്ത്യൻ റഫറിമാർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ISLൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ സിനോരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറിമാർ റെഡ് കാർഡ് കൊടുക്കും, AIFF അത് പിന്നെ പിൻവലിക്കും. ഇത് എന്തിനാ പിന്നെ റഫറിമാർ കൊടുക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഒരു വാർ സിസ്റ്റം കൊണ്ടുപോകണം, അതൊക്കെ അപ്പം തന്നെ മാച്ചിൽ മനസ്സിലാക്കി മാറ്റി കാര്യങ്ങൾ ചെയ്തുകൂടെ? അതൊക്കെ സെക്കൻഡറി ആയിട്ട് വെക്കാം. പക്ഷേ റഫറിമാർ തെറ്റ് ചെയ്തില്ലേ? എന്തിനാണ് എവേ ഫാൻസിനെ തുപ്പുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും അടിക്കുകയും? ഇത് ബംഗളൂരു ആദ്യമായിട്ട് ചെയ്യണ കാര്യമൊന്നുമില്ല. ബംഗളൂരിന് ഇത് സ്ഥിരമുള്ള സ്വഭാവമാണ്. അതായത് തോറ്റാലും ശരി ജയിച്ചാലും ശരി മറ്റു ഫാൻസ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇവർക്ക് ഫുട്ബോൾ കാണുകയൊന്നുമല്ല വേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതല്ല, ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബംഗളൂരു എഫ് സി എപ്പോഴും ബംഗളൂരു എഫ് സി ഫാൻസ് എപ്പോഴും ചെയ്യാറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു കാര്യമുണ്ട്, അതായത് ട്രോഫി ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നുമില്ല, ഇതിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ വേണം എന്നുള്ളതാണ് കേട്ടോ. അത് ബംഗളൂരു എഫ് സി ഫാൻസിന് ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇത് ആദ്യത്തെ സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒഡീസ എഫ് സിയുടെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മേളിൽ നിന്ന് ഒഡീസ എഫ് സി ഫാൻസിന്, അതായത് എവേ ഫാൻസിനെ തുപ്പുകയും ഈ കപ്പുകളൊക്കെ ഉണ്ടല്ലോ, കുടിക്കുന്ന കപ്പുകളൊക്കെ എടുത്ത് എറിയുക, അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ ഫൈറ്റും കാര്യങ്ങളും, ഇതൊക്കെ ഒരു 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 നല്ല ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ അവിടെ നമ്മൾ വാക്കുകൾ കൊണ്ടും ചാൻസ് കൊണ്ടും ഒക്കെ നമ്മൾ മറ്റൊരു ടീമിനെയും ഫാൻസിനെയും തളർത്താൻ ശ്രമിക്കുന്നത് ഓക്കെയാണ്. പക്ഷെ അത് ഫിസിക്കലി ആവരുത്.
എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ആൻഡ് ഞാൻ ആ പറഞ്ഞ സാധനം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ സമയമായിട്ട് ബംഗളൂരു എഫ് സിക്ക് ഭയങ്കര കഷ്ടകാലമാണ്. ആ കഷ്ടകാലത്തിന് തുടക്കമിട്ടത് തോറ്റുകൊണ്ടാണെന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളുകൾ വഴങ്ങാത്തൊരു ടീമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാണ് ആ ഒരു വരവുണ്ടല്ലോ, ആ വരവിനൊരു അവസാനം ഉണ്ടാക്കിച്ചു കൊടുത്തത്. ആ അവസാനത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അവർ നല്ല രീതിയിൽ ഗോൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൽ ബംഗളൂരു എഫ് സിയുടെ ആ ഒരു സാധനത്തിനകത്ത് അവരുടെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതും അവരുടെ എക്കാലത്തെയും മികച്ച താരമായിട്ടുള്ള അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള എന്തുട്രാവൻ്റെ പേര് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും മറക്കും, ഗുർപ്രീത് സിംഗ് സന്ധു ആണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ്. പുള്ളിയുടെ മിസ്റ്റേക്കിൽ ഇന്നലെ ഒരു 1 ഗോള് വീഴേണ്ടതാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. സാധാരണ എല്ലാം ഗോള് കൺവേർട്ട് ചെയ്യണ ഹ്യൂഗോ ഫോമസിന് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊന്നും അല്ല സ്കോർ വീഴേണ്ടത്. പിന്നെ മത്സരത്തിൽ അവർക്ക് റെഡ് കാർഡ് കിട്ടിയത് ശരിയോ തെറ്റോ എന്നുള്ളതിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡ് കാർഡിനേക്കുള്ളൊരു ഒഫൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, റെഡ് കാർഡ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ അതിന് റെഡ് കാർഡ് കൊടുക്കാനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇത് വിളിക്കേണ്ട റഫറിയാണ്. ഒന്ന്, അത് കൊടുക്കാനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതും കൂടെയാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് കാര്യം ഇതിപ്പോൾ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്താണ് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ട്വിറ്ററൊക്കെ ഇടുമ്പോൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ വായിക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് അഹങ്കാരമായിരുന്നു, കരച്ചിലാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് വരുന്നവന്മാരൊക്കെ ഇപ്പോൾ ബംഗളൂരു എഫ് സിയുടെ ഫാൻസൊക്കെ ഈ ഇരുന്ന് റഫറിമാർക്കൊക്കെ എതിരെ എന്ത് ചെയ്യുക, വലിയ വാദങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് വിടുകയാണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ എന്താ തോന്നണമെന്നറിയോ, ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിലും ഈ സാധനം തിരിച്ചടിക്കും എന്നുള്ളൊരു ബോധ്യം അന്നും ഉണ്ടാവണമായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. ISL റഫറിമാർ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉയർത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് ഒരു പോയിന്റ്. അതുപോലെ തന്നെ എവേ ഫാൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡും കൾച്ചറും ഒക്കെ കാണിക്കണം. അത് നമ്മുടെ ഫ്രം ഹാർട്ട് വരേണ്ട സാധനമാണ്. ഒഫൻഡഡ് ആവണ്ട. ഞാനൊരു പോസിറ്റീവ് സെൻസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ താഴെ കമൻറ്റ് ചെയ്തും കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ. ദിസ് ഇസ് RJ Andappan signing off from Andappan Talkies.